IBS ഉള്ളവരുടെ ഒരു ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് എനിക്ക് IBS എന്നെ വിട്ടുമാറുന്നില്ല, എന്തുകൊണ്ട് ഇത് മാറിപ്പോകുന്നില്ല എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായേക്കാം. അങ്ങനെയുള്ളവരോട് തിരിച്ച് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. IBS വന്നതിന് ശേഷം നിങ്ങൾ മാറിയോ? നിങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന ശീലങ്ങൾ നിങ്ങൾ മാറ്റിയോ? നിങ്ങളുടെ ഭക്ഷണക്രമം നിങ്ങൾ മാറ്റിയോ? നേരത്തെ ഭക്ഷണം കഴിച്ചതുപോലെ തന്നെയാണോ നിങ്ങൾ ഇപ്പോഴും കഴിക്കുന്നത്? നേരത്തെ കിടന്നുറങ്ങിയ സമയത്ത് തന്നെയാണോ നിങ്ങൾ ഇപ്പോഴും കിടന്നുറങ്ങുന്നത്? ഇത് മാറ്റാണ്ട് നിങ്ങളുടെ IBS പൂർണ്ണമായിട്ട് മാറുകയില്ല. ഒരുപക്ഷെ വില കൂടിയ മരുന്നുകൾ നിങ്ങൾ കഴിക്കുന്നുണ്ടാവാം, ഏറ്റവും ബെസ്റ്റ് ഡോക്ടറെ ആയിരിക്കും നിങ്ങൾ കൺസൾട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഈ പറയുന്ന കാര്യങ്ങൾ, ജീവിതശൈലി, ജീവിതക്രമം മാറിയില്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് മാറിപ്പോവുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ IBS നിങ്ങളെ വിട്ടു മാറുന്നില്ലെങ്കിൽ നിങ്ങൾ മാറ്റേണ്ട കുറച്ച് ജീവിതശൈലിയിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലഘു വ്യായാമം എന്നും ശീലമാക്കുക. ഒരു അരമണിക്കൂറെങ്കിലും ഒരു നടത്തം ആയിക്കോട്ടെ, അതാണ് ഏറ്റവും നല്ലത്. ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റെഡ് മീറ്റ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യുക. ബീഫ്, പോർക്ക്, മട്ടൺ ഇങ്ങനെയുള്ള റെഡ് മീറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അമിതമായിട്ടുള്ള പഞ്ചസാരയുടെ ഉപയോഗം. അധികം മധുരമടങ്ങിയ ഭക്ഷണങ്ങളും പാനീയങ്ങളും കഴിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്ട്രെസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അതിന് നമുക്ക് ചെയ്യാവുന്നത് യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വ്യായാമവും നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും നിങ്ങളുടെ ജീവിതശൈലിയിൽ നിങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുക.